ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു നല്ല അടിപൊളി ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല മധുരമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ലഡു ആണ്. കുറേ ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ടൊക്കെ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ലോട്ടസ് സീഡ്, ബദാം, കാഷ്യൂനട്ട്, വാൾനട്ട്, പിസ്ത, റേസിൻസ് ഇതെല്ലാം ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മഖാന ലോട്ടസ് സീഡ് 1 കപ്പ് എടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അത് മാറ്റി വെക്കാം. ഞാൻ 1 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാമും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതും ആയിട്ടുണ്ട്, ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അതും മാറ്റി വെക്കാം. അടുത്തായിട്ട് ഞാൻ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട്. അതും 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും ഒന്ന് വറുത്ത് കോരാം. നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതനുസരിച്ച്, ഇത്ര അളവെന്നൊന്നുമില്ല, നമുക്ക് എത്രയുണ്ടോ അതെല്ലാം നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വാൾനട്ടും ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി കുറച്ച് കാഷ്യൂനട്ടും പിസ്ത ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കപ്പിലണ്ടി 1 കപ്പ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം വേണം ഞാനിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്ന, കാരണം ഓരോന്നിൻ്റെയും റോസ്റ്റ് ചെയ്യുന്ന ടൈമിന് വ്യത്യാസമുണ്ട്. ചിലത് ഒരുമിച്ചിട്ടാൽ കരിഞ്ഞു പോവും, ചിലത് പെട്ടെന്ന് റോസ്റ്റ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും പ്രത്യേകം റോസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ലോണം റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 കപ്പ് ഡ്രൈ റൈസിൻസും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ഈത്തപ്പഴം ചേർക്കുന്നുണ്ട്. ഡേറ്റ്സ് കുരു കളഞ്ഞ് വേണം ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് നല്ലവണ്ണം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു തരി അതിലുണ്ടായിരിക്കണം. ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. മിക്സിയിലിട്ട് ഒന്ന് പൾസ് മോഡിലിട്ടൊന്ന് അടിച്ചാൽ മതിയാവും. ഇതുപോലെ കിട്ടും. നല്ല ഫൈൻ പൗഡർ ആക്കേണ്ട ആവശ്യമില്ല. പൗഡറാക്കി എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേറെ വെള്ളമോ പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ മധുരത്തിനായി പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. ഇത് നല്ലവണ്ണം ഈത്തപ്പഴമൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ മുഴുവനും ലഡു പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ 30 ലഡു ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ലഡുവാണ്. കടയിൽ നിന്നൊക്കെ മധുരമിട്ട ലഡു വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യോ മധുരമോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതൊരു ഗ്ലാസ് ജാറിലോ സ്റ്റീൽ പാത്രത്തിലോ ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഞാനൊരു സ്റ്റീൽ ബോക്സിലാണ് ഇത് ഇട്ട് വെച്ചത്. ഒരു 4-5 ദിവസം പുറത്ത് കേടാവാതെ ഇരുന്നോളും. നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഈത്തപ്പഴമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഈർപ്പം കാണും. അതുകൊണ്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നല്ല ഹെൽത്തി ലഡുവാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.